ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലും വളരെ രുചികരവുമായി തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ദേ ഈ കാണുന്നതാണ് പ്രഷർ ചീര, വേലിച്ചീര എന്നും നമ്മൾ പറയാറുണ്ട്. ഇന്ന് നമുക്ക് ഈ ചീര കൊണ്ടൊരു തോരനായാലോ? ആദ്യമേ തന്നെ നമ്മൾ നുള്ളിയെടുത്തിട്ടുള്ള ചീര ഇലകൾ നന്നായി കഴുകിയതിന് ശേഷം ചെറുതായി കനം കുറച്ച് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആദ്യമേ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ചീരയില ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഈ സമയത്ത് നമുക്ക് ചേർക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കണം. ചീര കഴുകി അരിഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ അതിൽ വെള്ളം കാണും. അതുകൊണ്ട് നമ്മളിത് വേവിക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ദേ ഇപ്പം നമ്മുടെ ചീര നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് കൂടെ ചേർക്കണം. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 പച്ചമുളകാണ്. പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 4 ചുവന്നുള്ളി, ഒരു പിടി തേങ്ങ, 2 തണ്ട് കറിവേപ്പില. ഇത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ഇനി വെന്ത് വന്ന ചീരയിലേക്ക് നമുക്ക് ഈ അരപ്പും ഒരു തണ്ട് കറിവേപ്പിലയോട് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ദേ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി ചെറു ചൂടോടെ ചോറിനൊപ്പം കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത റെസിപ്പിയായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.